ഒരു മനുഷ്യൻ എന്തിനാണ് ജാതകം എഴുതുന്നത്? ഒരിക്കലും സൈക്കോളജിയിലോ വേറൊരു സബ്ജക്റ്റിലും മാത്രം ഈ വ്യക്തിയുടെ സ്ട്രക്ചർ, ഈ കാലഘട്ടത്തിൻ്റെതായ കാലദോഷങ്ങൾ ഒന്നും നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പലര് നോക്കുമ്പോൾ പല കണക്കുകൂട്ടലുകളിൽ പല തീരുമാനങ്ങൾ പറയുന്നത്? അത് പറയും. കാരണം ശുക്രൻ നീചനായിരിക്കുന്നൊരു ആൺകുട്ടി, ശുക്രൻ ഉച്ചനായി നിൽക്കുന്നൊരു പെൺകുട്ടി. അപ്പോൾ ശുക്രൻ എന്ന് വെച്ചാൽ വിവാഹകാരകനായ ഗ്രഹമാണ്. ഈ പെൺകുട്ടിയുടെ 7ാം ഭാവാധിപതിയും ബലവാനാണ്, ശുക്രനും ബലവാനാണ്. ഈ വന്ന പയ്യൻ്റെ 7ാം ഭാവാധിപതിയും ബലഹീനനാണ്, ശുക്രനും ബലഹീനനാണ്. ഇങ്ങനെ എത്ര ജ്യോതിഷികൾ തുറന്നു പറയാൻ തയ്യാറാകും? ഞാൻ എന്തായാലും തയ്യാറാകും. ഈ സെയിം കാസ്റ്റിലുള്ളവരെ നോക്കണം എന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് അല്ല, അങ്ങനെയല്ല. അതെന്തുകൊണ്ട്? അതിലും ഒരു കാരണമുണ്ട്. കാരണം നമ്മുടെ ആചാരം ആണ് നല്ലത് എന്ന് പറയുന്നതല്ല. അവിടെ കൂടുതൽ കുടുംബകലഹം ഉണ്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് ഒരു പുതിയ അതിഥിയാണ് സുനിത വിഷ്ണുപുരം. പ്രശസ്ത ജ്യോതിശാസ്ത്ര വിദഗ്ധയും നവമാധ്യമങ്ങളിലൂടെ ജ്യോതിഷത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങളിലേക്ക് അവബോധമുണ്ടാക്കുകയും ചെയ്യുന്ന ജ്യോതിശാസ്ത്ര വിദഗ്ധ സുനിത വിഷ്ണുപുരം. നമസ്കാരം മാഡം, വെൽക്കം ടു അബാക് മീഡിയ. നോക്കൂ, ഈ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ഒരു ദേവജ്ഞൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു പുരുഷ സങ്കല്പമാണ്. എന്നാൽ കുറേയധികം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ രത്നങ്ങളെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അബാക് മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മാഡം അവരിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ചെറുപ്പമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള കാരണം? ഞാൻ മാഡത്തിനോട് ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, കുടുംബപരമായി കിട്ടിയതല്ല, ഞാൻ എൻ്റെ താല്പര്യം കൊണ്ട് പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് ജ്യോതിശാസ്ത്ര മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? അത് ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിനോടൊരു താല്പര്യം ഉണ്ടാവില്ലേ, ഓരോ മനുഷ്യർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ചെറുതിലെ മുതലേ ഈ കാല് നോക്കുമായിരുന്നു. കാല് നോക്കിയിട്ട് ഫലം പറയുന്നൊരു പ്രവണതയുണ്ട് എന്നതിന് വീട്ടിലറിയാം. അപ്പോൾ അങ്ങനെയാണ് എന്നെ ജ്യോതിഷം എവിടെ പഠിപ്പിക്കും എന്ന് അച്ഛനിങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ ആദ്യം ശ്രീലക്ഷ്മി ജ്യോതിഷാലയം എന്ന് പറഞ്ഞ സംസ്കൃതി ഭവനിലെ ഒരു ജ്യോതിഷ ക്ലാസ് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെയാണ് എന്നെ ആദ്യം പഠിപ്പിച്ചത്. അന്നൊരു 18 വയസ്സുണ്ടാവുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മേഖലയിൽ പഠിക്കാനും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ആ ക്ലാസ്സിലിരിക്കുന്ന എല്ലാം പുരുഷന്മാരായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഒരു 18 വയസ്സ്, ആ ഒരു ടൈം 18-19 വയസ്സുണ്ടാവുമായിരിക്കും പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും കൂടെ അവിടെയും ജ്യോതിശാസ്ത്ര വിദ്യാപീഠം അങ്ങനെയുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് എന്നെ അമ്മയും കൂടെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അമ്മയും കൂടെ ഫീസും അടച്ച് എൻ്റെ കൂടെ അമ്മയും കൂടെ ഇരുന്ന് പഠിച്ചിട്ടാണ് 5 വർഷം എൻ്റെ കൂടെ അമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഒരുവിധം ജാതകം നോക്കാൻ അറിയാം എന്നുള്ളതിനപ്പുറം ഒരുപാട് ഗഹനമായുള്ള അറിവിലേക്കൊന്നും വന്നിട്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ. ഒരു തമാശ രൂപേണ ചോദിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോ സ്വന്തം കാര്യം വരുമ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കൺഫ്യൂഷൻസ് ആണ്. പിന്നെ ഒരു വ്യക്തിയുടെ ജാതക പരിശോധന മാത്രമല്ല, മീൻസ് അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് കാണും, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കാണും, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ സ്വാധീനിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ജാതക പരിശോധന എന്ന് പറയുന്ന ഒരു വിഷയം. ഇങ്ങനെ എത്ര ജ്യോതിഷികൾ തുറന്നു പറയാൻ തയ്യാറാകും? ഞാൻ എന്തായാലും തയ്യാറാകും. അത് ആവശ്യമാണല്ലോ. കാരണം ഒരാളിനെ നമ്മൾ മിസ്ലീഡ് ചെയ്യിക്കാൻ പാടില്ല. മീൻസ് ജാതകം മാത്രമാണ് എല്ലാം എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പം സെയിം കാസ്റ്റിലുള്ള ആൾ, ഏജ്, കാസ്റ്റ്, ഇതെല്ലാം നമ്മളെല്ലാം ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളുടെ ഒന്ന് മാത്രമാണല്ലോ ഈ പൊരുത്ത ചിന്ത എന്ന് പറയുന്നത്. ഈ സെയിം കാസ്റ്റിലുള്ളവരെ നോക്കണം എന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് അല്ല, അങ്ങനെയല്ല. അതെന്തുകൊണ്ട്? അതിലും ഒരു കാരണമുണ്ട്. കാരണം ഇപ്പം തന്നെ പലവിധ പൊരുത്തക്കേടുകളില്ലേ. അപ്പം ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരിക്കും. അതിൽ തന്നെ വിരുദ്ധ നിലപാടുകൾ ഉണ്ടായിരിക്കുമ്പോൾ ആ വീട്ടിനകത്ത് കലഹങ്ങൾ ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മുടെ ആചാരം ആണ് നല്ലത് എന്ന് പറയുന്നതല്ല. അവിടെ കൂടുതൽ കുടുംബകലഹം ഉണ്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം ആചാര അനുഷ്ഠാനങ്ങൾ. ഇപ്പം എല്ലാത്തിലും നമുക്ക് ബാഹ്യമായി കാണുന്ന പല കാര്യങ്ങളിലും പൊരുത്തം ഉണ്ടാകട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ പറയുന്നത്. അല്ല, ഇപ്പം പക്ഷേ അല്ലാതെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു വിദ്യാഭ്യാസവും ഉയർന്ന ബോധമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. സാമുദായികമായി, സാമ്പത്തികമായി, ശരീരഘടനാപരമായി, പിന്നീട് ജ്യോതിശാസ്ത്രപരമായി. അതെ അതെ. ഏറ്റവും അവസാനമാണോ ഈ ജ്യോതിശാസ്ത്രപരമായി എന്നുള്ളത്? ജ്യോതിശാസ്ത്രപരമായി അതെ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ
നമുക്ക് ഒരു വഴി അറിയില്ല എന്ന് കൂട്ടിക്കോ. വഴി അറിയില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകും. വഴി അറിയാമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകും. ഒരു വ്യക്തി എനിക്ക് കൃത്യമായി അറിയാം, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എനിക്ക് ആളിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ആളിനെ ബാല്യം മുതലേ അറിയാം, അയാളെ ജാതകം നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ആളിനെ അറിയാലോ നമുക്ക്. ജീവിതത്തിലേക്കുള്ള ഫ്യൂച്ചറിൽ അതെ അതെ അതെ, അത് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. എല്ലാം ജ്യോതിഷത്തിലും ജാതകത്തിലൊന്നും അല്ല ഇരിക്കുന്നത്. ഈ പലപ്പോഴും ജ്യോതിഷികൾ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഞാൻ എൻ്റെ വിവാഹാലോചന നടക്കുന്ന കാലത്ത് ഞാനൊരു പെൺകുട്ടിയുടെ ജാതകം, എനിക്ക് പ്രണയം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ജാതകം ഞാൻ ഒരു ദൈവജ്ഞനെ കൊണ്ട് കാണിക്കുകയാണ്. അദ്ദേഹം ഒരു ഗണക സമുദായങ്ങളാണ്. അദ്ദേഹം ഇന്നത്തെ കാലത്തെ പോലെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. പുള്ളി മണിക്കൂറുകളോളം എടുത്ത് പേപ്പറിൽ എഴുതി കൂട്ടി കണക്ക് കൂട്ടി കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു, രോഹിത്തെ കുഴപ്പമില്ല, ഈ ജാതകം കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞു. അതേസമയം പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു ആളെ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തിയെ ഈ ഗ്രഹനിലയായിട്ട് പോയി. പുള്ളിയും ഈ പറഞ്ഞതുപോലെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ജാതകം തമ്മിൽ ചേർക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പലര് നോക്കുമ്പോൾ പല കണക്ക് കൂട്ടലുകളിൽ പല തീരുമാനങ്ങൾ പറയുന്നത്? അത് പറയും. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാറിൻ്റെ മകളുടെ, ഇപ്പം സാറിനെ എനിക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരാളാണ്, രോഹിതിനെ എനിക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരാളാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. മകളുടെ ജാതകം നോക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ ആരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കും? മകളുടെ പക്ഷത്ത് നിൽക്കും. അപ്പുറത്തെ ആളുടെ പക്ഷത്ത് നിന്ന് ഞാൻ ചിന്തിക്കത്തില്ല ഒരിക്കലും. ആ പയ്യൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് റിജക്റ്റ് ചെയ്യും. മനസ്സിലായോ? അതേസമയം ആ പയ്യനാണ് എൻ്റെ ഇതാണെങ്കിൽ, ഈ പെൺകുട്ടിയുടെ ജാതകം വെച്ച് പരിഹരിക്കാൻ ഇത് പറ്റുമെങ്കിൽ ഞാൻ ആ പയ്യന് ഈ ജാതകം അങ്ങ് ചേർക്കും. ഞാൻ പറഞ്ഞ ആ കോൺസെപ്റ്റ് മനസ്സിലായോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വേണ്ടാന്ന് പറയും, പുരുഷന്റെ അതെ അതെ ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയണേ, ഇപ്പം ശുക്രൻ നീചനായിരിക്കുന്നൊരു ആൺകുട്ടി, ശുക്രൻ ഉച്ചനായി നിൽക്കുന്നൊരു പെൺകുട്ടി, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ, പല ഡീവിയേഷനും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ശുക്രൻ എന്ന് വെച്ചാൽ വിവാഹകാരകനായ ഗ്രഹമാണ്. ഈ പെൺകുട്ടിയുടെ 7ാം ഭാവാധിപതിയും ബലവാനാണ്, ശുക്രനും ബലവാനാണ്. ഈ വന്ന പയ്യൻ്റെ 7ാം ഭാവാധിപതിയും ബലഹീനനാണ്, ശുക്രനും ബലഹീനനാണ്. ഈ പെൺകുട്ടി എൻ്റെ ആളാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുത്ത് വന്ന ആളാണ്. ഞാൻ പറയും ഇത് വേണ്ട എന്ന് പറയും. അതേസമയം കാരണം എന്തുകൊണ്ടാണ്? ആ പയ്യൻ്റെ ജാതകത്തിൽ വീക്കായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ 7ാം ഭാവവുമായിട്ടും വിവാഹം സംബന്ധമായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റിജക്റ്റ് ചെയ്യും. അതേസമയം ഈ പയ്യൻ്റെ വീട്ടുകാരാണ് എന്നെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ, ഈ പയ്യന് കുറച്ച് ജാതകത്തിൽ വിവാഹ സംബന്ധമായ ദോഷങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ ഈ പെൺകുട്ടിയുടെ ജാതകം കൊള്ളാം, അതുകൊണ്ട് അതെടുക്കും. അതായത് ഈ പയ്യൻ്റെ ചില പ്രാരാബ്ദങ്ങൾ ഈ പെൺകൊച്ചും കൂടെ അനുഭവിക്കേണ്ടതായിട്ടുള്ള യോഗം അവിടെ ഉണ്ടാവും. എൻ്റെ ആളിനെ ഞാൻ ഒരിക്കലും ആ പ്രാരാബ്ദം അനുഭവിക്കാൻ വേണ്ടി തള്ളിവിടത്തില്ല. ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, സാധാരണ ഇതിൽ ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാൻ വലിയ പാടാണല്ലോ, അപ്പൊ ആ ഒരു പരിഗണനയാണ് കൊടുക്കുന്നത്. അല്ല, അപ്പൊ എന്റെ ജ്യോതിഷം നോക്കിയ എന്നെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന ആളിനെ അല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ഗ്രഹത്തിലെ നോക്കിയ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. ഞാൻ പിന്നീട് അദ്ദേഹത്തിനോട്, അതായത് ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കിയ ആളോട് ഞാനൊരു അടുപ്പം സ്ഥാപിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണെന്ന്. അന്ന് എന്നോട് ചോദിച്ചു ഇത് രോഹിതിൻ്റെ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ആണെങ്കിൽ ഒരു പക്ഷേ ഒന്നും കൂടി നമ്മൾ നോക്കിയിട്ട് ചേർക്കാൻ പറ്റുമെന്ന് നോക്കി പറഞ്ഞു. ഓക്കെ ഇനി നമ്മളത് വിട്ടു, അത് പോയി എന്തായാലും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ്. പല ആളുകളോട് ചോദിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ പറയുക, അതിനകത്തൊരു ഒത്തൊരുമയില്ലാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ഒരു വിവാഹത്തിന് ജാതകം മാത്രം അല്ലെങ്കിൽ ഗ്രഹനില മാത്രം നോക്കിയാൽ പോരാ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിപ്പോൾ. അപ്പോൾ മാഡത്തിൻ്റെ വീഡിയോസിലൂടെ മാഡത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൊറോസ്കോപ്പാണ് നോക്കി അതിൻ്റെ വിശകലനം ചെയ്തു കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ എന്തിനാണ് ജാതകം എഴുതുന്നത്? ജാതകം എഴുതുന്നത് അവനവൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രക്ചർ, അതായത് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, മാത്രമല്ല നമ്മൾ ഏത് വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിയാവും എന്നൊക്കെ ഉള്ള ഒരു നമ്മുടേതായ ഇപ്പോൾ ഒരു സൈക്കോളജിയിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടണം എന്നില്ല. മനസ്സിലായോ? നമ്മൾ ഏതിലാണ് എക്സ്പെർട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലഗ്നം, മീനത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ആ വ്യക്തി തീർച്ചയായും ഒരു ഗുരുവിനെ പോലെ അത് ചിലപ്പോൾ ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് ഏരിയയിൽ എക്സ്പെർട്ടായി വരുന്ന ഒരാളായിരിക്കാം. അല്പബുദ്ധിയായ വ്യക്തിയും ആയിരിക്കില്ല.
അപ്പം ആ വ്യക്തിയുടെ സ്ട്രക്ചർ നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആ വ്യക്തിയുടെ പഠന കാലഘട്ടത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉത്രട്ടാതി നക്ഷത്രമാണ്, സപ്പോസ് ഉത്രട്ടാതി നക്ഷത്രമാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പഠന കാലഘട്ടത്തിൽ ഇപ്പോൾ കേതുദശാ കാലഘട്ടം വരുവാണെന്ന് വിചാരിക്കാം. കേതുദശാ കാലഘട്ടത്തിൽ നമ്മൾ ആ വ്യക്തിയെ നമുക്ക് ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ തോന്നും. പക്ഷേ ഈ ഹൊറോസ്കോപ്പ് നോക്കുമ്പം മനസ്സിലാവും ആ 7 വർഷ കാലദോഷം കഴിഞ്ഞാൽ ഈ വ്യക്തി വളരെയധികം ഉയർച്ചയിലോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 7 ഇയേഴ്സ് ഈ വ്യക്തിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ നമുക്ക് സപ്പോർട്ട് കൊടുത്ത് ആളുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കി സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 7 ഇയേഴ്സ് മാത്രമേ ഉള്ളൂ ആൾ ട്രബിളിൽ നിൽക്കുന്നത് എന്നൊരു കാര്യം കിട്ടും. അതൊരിക്കലും സൈക്കോളജിയിലോ വേറൊരു സബ്ജക്റ്റിൽ മാത്രം ഈ വ്യക്തിയുടെ സ്ട്രക്ചർ ഈ കാലഘട്ടത്തിൻ്റെതായ കാലദോഷങ്ങൾ ഒന്നും നമുക്ക് എവിടുന്ന് നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും?